നമസ്കാരം. എം.ബി. ഫൈസൽ LDF സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടെ മലപ്പുറത്ത് അംഗം മുറുകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എം.ബി. ഫൈസൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണ് LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമായത്. കേന്ദ്ര കമ്മിറ്റി അംഗീകാരത്തോടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം.ബി. ഫൈസലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.ബി. ഫൈസലാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് എം.ബി. ഫൈസൽ. ഈ പേര് പാർട്ടി ജില്ലാ കമ്മിറ്റി ഐകകണ്ഠേന നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ പേരിന് സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം കൈക്കൊള്ളുന്നത്. DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് എം.ബി. ഫൈസൽ. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് LDF പ്രചാരണം നടത്തുമെന്ന് കോടിയേരി വ്യക്തമാക്കി. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായും വർഗീയതക്കെതിരായിട്ടുമുള്ള ഒരു പോരാട്ടമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഈ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്തവണത്തെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ, മുതിർന്ന നേതാവ് പാവലളി മുഹമ്മദ് കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK ഹംസ, PK സൈനബ എന്നിവർ പങ്കെടുത്തു. PK കുഞ്ഞാലിക്കുട്ടിയെ നേരിടാൻ എം.ബി. ഫൈസൽ. BJP സ്ഥാനാർത്ഥിയായി ശ്രീപ്രകാശും. മലപ്പുറം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നു. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം മലപ്പുറത്തു നിന്നും AK ലതീഷ്. മലപ്പുറത്തെ അനുകൂല സാധ്യതകൾ മുന്നണികളുടെ ഏത് തരത്തിൽ പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. നമ്മോടൊപ്പം എം.ബി. ഫൈസൽ, ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട എം.ബി. ഫൈസൽ തത്സമയം ചേരും. ഒപ്പം തന്നെ മൈൻ ഹാജി ലീഗ് നേതാവ്, BJP നേതാവ് JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ വാസുരേന്ദ്ര ബാബു, ഒപ്പം മറ്റ് അതിഥികളെ കൂടി ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഇവരിലൊക്കെ അഡ്വക്കേറ്റ് എം.ബി. ഫൈസലിലേക്ക് ആദ്യം. ശ്രീ ഫൈസൽ, താങ്കളാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി മലപ്പുറത്ത്. അവിടെ വിശാലമായിട്ടുള്ള അർത്ഥത്തിലുള്ള DYFIയുടെ ഒക്കെ തന്നെ പ്രതിനിധിയായിട്ട് ഏറെക്കാലം പ്രവർത്തിച്ചു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു അനുഭവ സമ്പത്ത് ഉള്ള വ്യക്തി. പക്ഷേ തട്ടകം മലപ്പുറമാണ്, ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. അവിടെ എതിരാളിയായി കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള കരുത്തനായ രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഒരു പക്ഷേ താങ്കളുടെ മുന്നിലുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസമാണ് താങ്കൾക്ക് ഇപ്പോഴുള്ളത്? തീർച്ചയായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് മുതൽ തന്നെ അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടെയുമാണ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏൽപ്പിച്ച ഈ ചുമതലയെ കാണുന്നത്. തീർച്ചയായും ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടുകൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് വിജയം കാണുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ശ്രീ ഫൈസൽ, എവിടെ ഒരു രാഷ്ട്രീയമായ, കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള, അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ തന്നെ വലിയൊരു മുന്നേറ്റമൊക്കെ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും. പെരിന്തൽമണ്ണ, മങ്കടയൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷയായിട്ടൊക്കെ നിങ്ങൾ കാണുന്ന മേഖലകൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പൾസ്, മാത്രമല്ല താങ്കൾ യുവാവാണ്, ഒരു യുവത്വത്തിൻ്റെ മുഖം എന്തായാലും അടയാളപ്പെടുത്താൻ കഴിയും. എന്തൊക്കെയാണ് ഒരു പക്ഷേ അനുകൂലമായ ഘടകങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ? ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടി പ്രതിനിധിയാണ്, ഭരണത്തിൻ്റെ കൂടി ഈ കഴിഞ്ഞ 6 മാസക്കാലത്തെ വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങളായി താങ്കൾ കാണുന്നത്? ഏറ്റവും അനുകൂലമായ ഘടകം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത് നിലനിൽക്കുന്ന രാഷ്ട്രീയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയവുമാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഏറ്റവും വലിയ ചർച്ചയായി വരാൻ വേണ്ടി പോകുന്നത്. ആ നിലക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം ഭരണഘടനയുൾപ്പെടെ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളി ഏറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്ത് അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ
ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരത്തിനുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 10 മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ കേരളീയ ജനത അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും നടപ്പിലാക്കും വിധത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് ആ ബജറ്റിലൂടെ നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി, ഞാൻ മടങ്ങിയെത്താം ശ്രീ ഫൈസൽ. ശ്രീ മൈൻ ഹാജി, അതായത് ഈ ഫൈസലിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രാഷ്ട്രീയ കക്ഷികൾ, പ്രമുഖ കക്ഷികൾ, നിങ്ങളുടെ മുന്നണി ഉൾപ്പെടെ. ഈ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ അറിഞ്ഞ സ്ഥിതിക്ക്, വ്യക്തമായ സ്ഥിതിക്ക് മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? എത്രത്തോളം പ്രതീക്ഷ ലീഗിന് ഉണ്ട് ഈ ഘട്ടത്തിൽ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജീവമായ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് LDFന് സ്ഥാനാർത്ഥി ഉണ്ടാവും, BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും, ചിലപ്പോൾ LDF ഏതെങ്കിലും സ്വതന്ത്രന്മാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവരും എന്നൊക്കെ. അത് 23-ാം തീയതിക്ക് ശേഷമേ അതിനെ സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. അങ്ങനൊക്കെ കൊണ്ടുവരും. എന്ത് കൊണ്ടുവന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് നിർത്താവുന്നതിൽ വെച്ച് ഞങ്ങളെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ടുപോയി നിർത്തിയത്. കഴിഞ്ഞ തവണ അഹമ്മദ് സാഹിബ് കേരളത്തിലുണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം വാങ്ങി വിജയിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ ആ റെക്കോർഡും തിരുത്തി അതിൻ്റെ മുകളിലുള്ള ഭൂരിപക്ഷത്തിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിക്കും, പാർലമെന്റ് അംഗമാകും, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടൽ അദ്ദേഹം നടത്തുകയും ചെയ്യും. അതാണ് ഞങ്ങളെ പ്രതീക്ഷ. ശ്രീ മായിൻ ഹാജ്, അതായത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് ഇനി ഒരു തർക്കം, അല്ലാതെ ഒരു ആശങ്ക വിജയം ഉറപ്പിച്ചു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. അതായത് ചെറു പാർട്ടികളോ അല്ലെങ്കിൽ സ്വതന്ത്രമാരോ ഒന്നുമേ യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്തുന്നില്ല. എല്ലാ സ്വതന്ത്രന്മാർ വരുമോ ഇല്ലെന്നുള്ള ഇപ്പൊ പറയാൻ കഴിയില്ല പ്രജിഷേ. കാരണം നോമിനേഷൻ സമർപ്പിക്കാൻ 23 വരെ സമയമുണ്ട്. അപ്പോഴേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ സമയം മുതൽക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴോ പല ആളെയും തപ്പി നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും അവർ തപ്പുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കിട്ടിയാൽ ഫൈസൽ എവിടെ എത്തും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരുപാട് ഇലക്ഷൻ കണ്ടതാണല്ലോ കേരളീയർ. മലപ്പുറത്ത് തന്നെ കണ്ടിട്ടുണ്ട്, മഞ്ചേരിയിൽ കണ്ടിട്ടുണ്ട്, ഏറനാട് കണ്ടിട്ടുണ്ട്, വയനാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ഇലക്ഷനും നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോ ഒരു ഉറപ്പ്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പൂർണ്ണത മുസ്ലിം ലീഗ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഇനി ആര് വന്നാലും ഞങ്ങൾക്കറിയാലോ, LDF ഞങ്ങളെ എതിർപക്ഷത്തുണ്ട്, വളരെ ശക്തമാണ് അവര്. BJP അതായത് എക്കാലവും ലീഗിന് തീരെഴുതി തന്ന പ്രദേശമാണ് എന്നൊക്കെ അല്ലെങ്കിൽ താങ്കൾക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ഈ കുറ്റിപ്പുറവും അല്ലെങ്കിൽ കൊടുവള്ളിയൊക്കെ തന്നെ നൽകിയ ചില സൂചനകളും ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ചില സ്പന്ദനങ്ങളൊക്കെ LDFന് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ചില ചലനങ്ങളുമൊക്കെ അത് ഒന്നുമേ ഏശില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ആത്മവിശ്വാസത്തോടു കൂടി താങ്കൾ. മലപ്പുറം ജില്ലയിലെ, പ്രത്യേകിച്ച് മലപ്പുറം നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും മുസ്ലിം ലീഗുമായുള്ള ബന്ധം അതൊരു പൊക്കിൾക്കുഴി ബന്ധമാണ്. ആ ബന്ധം അറുത്തു മാറ്റാൻ ആരാലും സാധ്യമല്ല. അതിൽ അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. നമ്മൾ വെറുതെ ചർച്ച ഇവിടെ ശ്രീ മായിൻ ഹാജി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ പ്രതികരണവും കണ്ടാൽ എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ് ഇനി ഇനി എത്രയാണ് അതിന്റെ ഭൂരിപക്ഷം എന്ന് മാത്രം എണ്ണിയാൽ മതി. അദ്ദേഹത്തിന് ഒരു പക്ഷേ അവകാശപ്പെടാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എങ്കിലും നിങ്ങളുടെ BJP സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ഒരുപക്ഷെ നല്ല മികച്ച ഒരു പക്ഷേ പ്രകടനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചതാണ്. ഇത്തവണ ആ നമ്പറിൻ്റെ കാര്യത്തിൽ എന്ത് നിലയാണ് നിങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത്, അവകാശപ്പെടുന്നത്? എങ്ങനെ വിജയമായിരിക്കും നിങ്ങൾക്ക് മുന്നിലുള്ളതെങ്കിലും വലിയൊരു കടമ്പയാണ് മലപ്പുറം എന്നത്. മലപ്പുറം വലിയൊരു കടമ്പയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. തീർച്ചയായിട്ടും ജയിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അവിടുത്തെ മഞ്ചേരിയിലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് ശ്രീപ്രകാശ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അതുപോലെ സ്വീകാര്യനാണ്, ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനാണ്. നിങ്ങൾ നേരത്തെ LDFൻ്റെ സ്ഥാനാർത്ഥിയെ പറഞ്ഞതുപോലെ തന്നെ യുവാവും ആണ് എന്നുള്ളത് കൊണ്ട്
ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആ മേഖലയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് വിജയിക്കുമെന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ ഫൈസൽ പറഞ്ഞ ഒരു ഇവിടെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ്. അവർക്ക് വലിയ എന്തോ ഭരണഘടന എന്തോ തകരാറിലായിരിക്കുന്നു, മതേതരം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്താണ് CPM-ൻ്റെ നിലവിൽ. ഇത് എത്രയോ കാലമായിട്ട് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറയുന്നു. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവർ പറയുന്ന മതേതരത്വവും കോർപ്പറേറ്റ് വൽക്കരണവും ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്താ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പ്? ഈ ദേശീയ രാഷ്ട്രീയം പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇവിടെ നിന്ന് രണ്ട് പേര് ഇനി ഒരാളുണ്ട്, ഇപ്പോൾ ഇനി ഒരാളും കൂടെ ചെന്ന്, നേരത്തെ ഒരാളുണ്ടായിരുന്നു, ഇനി ഒരാൾ കൂടെ ചെന്നിട്ട് എന്ത് രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം മാറ്റിമറിക്കാനാണ് പോകുന്നത്? കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി നമുക്കറിയാം ഉണ്ട്, അത് ഞാൻ കുറച്ച് കാണുന്നില്ല. അതുപോലെ തന്നെ ഇരുപക്ഷവും LDF ഒരുപോലെ സംഘപരിവാറിനെയും നരേന്ദ്രമോദിയും കടന്നാക്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അല്ല, അതങ്ങനെ അല്ലല്ലോ. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ, കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മോഡിയല്ലായിരുന്നു, UP-യിലെ പ്രശ്നങ്ങളല്ലായിരുന്നു, മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങളല്ലായിരുന്നു. അതൊരു സ്വാഭാവികമാണ്. ഇവിടെ കേരളത്തിലെ സദാം ഹുസൈൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലേ? സദാം ഹുസൈൻ ആയിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ ഏറ്റവും വലിയ പ്രചരണം സദാം ഹുസൈൻ ആയിരുന്നു. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. അതായത് നിങ്ങൾക്ക് 10,000 പോലും ഒരു മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തവണ എന്താണ് ഒരു പ്രതീക്ഷ? അരിത്തമെറ്റിക്കിന് അപ്പുറത്തേക്ക്, അരിത്തമെറ്റിക് ഒരു പക്ഷേ നമുക്കതിനെ സാങ്കേതികത്വമൊക്കെ ഇപ്പോൾ പറഞ്ഞതിൽ ചർച്ച മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലാതെ ഒരു പ്രതീക്ഷ എന്താണ്? ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കേന്ദ്രത്തിൽ നടത്തുന്ന ജനക്ഷേമകരമായ, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതിൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ഹരിയാനയിൽ ഞങ്ങൾ 4 ഉണ്ടായിരുന്നു, അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ 44 ഇവിടെ മണിപ്പൂരിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ മാത്രമല്ല, അതുപോലെ അത്ഭുതങ്ങൾ മലപ്പുറത്ത് ജനങ്ങൾ ഈ BJP-ക്കെതിരായി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിനായി എതിരെ പ്രചരിപ്പിച്ചിരുന്ന പഴകിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ജനങ്ങൾ ഇത് അസത്യമാണ് എന്നുള്ള കാര്യം തീർച്ചയായും. ശ്രീ വാസുരേന്ദ്ര ബാബു, എന്താണ് അടിയൊഴുക്കുകൾ? കാരണം മലപ്പുറത്ത് താങ്കൾ കാണുന്ന ഈ മൈൻ ഹാജിയുടെ ആത്മവിശ്വാസത്തിനും അപ്പുറത്തേക്ക് കാണുന്ന അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ്? അല്ല, അതിനകത്ത് സാധാരണഗതിയിൽ മൈൻ ഹാജി പറഞ്ഞതുമാതിരി മുസ്ലിം ലീഗിന് വമ്പിച്ച വിജയം ലഭിക്കുന്ന ഒരു പാർലമെൻ്ററി മണ്ഡലം തന്നെയാണത്. അതങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അദ്ദേഹം അതിന് പറഞ്ഞത് ഒരു പൊക്കിൾക്കൊടി ബന്ധം, ഉംബിളിക്കൽ കോഡ്, ആ ബന്ധമാണ് അവർക്കുള്ളത്. അതിനൊരു തമാശ എനിക്ക് തോന്നിയത്, മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് തീരെഴുതി കിട്ടിയ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അദ്ദേഹം കാണുന്നു. അതുമാതിരി തന്നെ ആസന്നമായ വിജയത്തിൻ്റെ ആഹ്ലാദവും അതിൻ്റെ കുറച്ചൊരു നേരിയ അഹങ്കാരവും ഒക്കെ പത്മകുമാറിനും ഉണ്ട്, അവകാശപ്പെടാവുന്നതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് പ്രജീഷ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുക. ഞാൻ പറയും, ശരിക്കും ജനങ്ങളെ സംബന്ധിച്ച് റോസ ലക്സംബർഗ്, പിന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ പത്മകുമാർ ഈ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു റോസ ലക്സംബർഗ്. അവരെ ഫാസിസ്റ്റുകൾ പിടിച്ചുകൊണ്ട് പോയപ്പം നഗ്നയാക്കിക്കൊണ്ടാണ് ഫാസിസ്റ്റുകൾ അവരെ തെരുവിലൂടെ സഞ്ചരിപ്പിച്ചത്. ഫാസിസം ലോകത്തിന് പുതിയതൊന്നുമല്ലല്ലോ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നൊരു ഫാസിസ്റ്റ് ചോദിച്ചപ്പോൾ, SIയുടെ സൈന്യമാണ്, ഇവിടുത്തെ RSS മാതിരി, അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് ഈ എന്താ പറയുക, ആളുകളുടെ മുന്നിൽ മാത്രമേ ലജ്ജയുള്ളൂ, മൃഗങ്ങളുടെ മുന്നിൽ ലജ്ജയില്ല. മൃഗങ്ങളായിരുന്നു ഒരു ഘട്ടത്തിൽ. ആ നിലയ്ക്ക് മൃഗങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ആശങ്ക ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത്, ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത്. ആ റോസ ലക്സംബർഗ് പറഞ്ഞു, നാണം കെട്ട് കീഴടങ്ങുന്ന ജനത തന്നെ അതിശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. രണ്ടും ഒരു ജനത ചെയ്യുന്നത് നമുക്ക് കാണാം. ലക്സംബർഗിന് ശേഷം കണ്ടു. തീർച്ചയായും മലപ്പുറത്ത് ശ്രീ വാസുരേന്ദ്ര ബാബു, എന്തൊക്കെയായിരിക്കും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളാവും? അല്ല, ഞാനത് പറയുന്നത് ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. കൃത്യമായി ഫൈസൽ അത് പറഞ്ഞു. ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. നമുക്ക് കേരളത്തിൽ അടിയന്തരമായി അരിയും തുണിയും ഒന്നും അടിയന്തര പ്രശ്നമേ അല്ലല്ലോ. വെൻ കമ്പയറിങ് വെച്ചാൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പം സമൃദ്ധരായ ജനങ്ങളുടെ ഒരു സംസ്ഥാനമാണിത്. 100 ജന്മം സ്വപ്നം കാണണം മോഡിക്ക് ഇന്ത്യ ഗുജറാത്തിനെ കേരളം ഭാര്യ ആക്കാൻ. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. അത് മൈൻ ഹാജിയും സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ യഥാർത്ഥ രാഷ്ട്രീയമാണ് പ്രശ്നം. എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ? അത് ഈ മലപ്പുറത്ത് വരെ പിന്നെ പത്മകുമാർ പറയുണ്ടായി, ദേശീയ സാഹചര്യം കോർപ്പറേറ്റുകളെ കുറിച്ചൊക്കെ ഫൈസൽ പറഞ്ഞുവല്ലോ. അതിനകത്ത് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദേശീയ രാഷ്ട്രീയവും കോർപ്പറേറ്റിസവും മാത്രമല്ല, സദ്ദാം ഹുസൈനെ മുൻനിർത്തിയ സാർവദേശീയ രാഷ്ട്രീയം പോലും മനസ്സിലാകുന്ന ഒരു ജനതയാണ്. അതാണ് കേരളത്തിന്റെ സാംസ്കാരിക. ശ്രീ MB ഫൈസൽ,
ഇവിടെ ദേശീയ രാഷ്ട്രീയമൊക്കെ ചർച്ചയാകുമെന്ന് പറയുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ അവിടെ ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുകൂടി എടുത്തു വായിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഒരു വിലയിരുത്തൽ അത് തന്നെയാണ് എല്ലാ തവണയും ഉണ്ടായിട്ടുള്ള ഓരോ തിരഞ്ഞെടുപ്പുകളിലും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേൾക്കുന്ന പോലീസ് സംവിധാനത്തിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ പിഴവുകൾ, പാളിച്ചകൾ, വിലക്കയറ്റം ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരം വിഷയങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ മലപ്പുറം മണ്ഡലത്തിൽ സ്വാധീന ശക്തിയായി വരുമോ? അതിനൊക്കെ നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന മറുപടി എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒന്നാമതായി ചർച്ച ചെയ്യപ്പെടുക ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച വിലക്കയറ്റം ഉൾപ്പെടെ അതിൻ്റെ സൃഷ്ടി എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങൾ തന്നെയാണ്. അരി നൽകാത്തതും റേഷൻ സംവിധാനത്തിൽ നിന്ന് കേരളത്തെ മാറ്റിയതും ഒക്കെയായി സാധാരണക്കാരെ വീർപ്പ് മുട്ടിക്കുന്ന ഒരുപാട് നയങ്ങൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ ചർച്ചയാണ്. അതിലുപരിയായി ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് വെറുമൊരു പ്രചാരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പോലീസും മറ്റു വിഷയങ്ങളൊക്കെ കാണിക്കുന്നത് വെറുമൊരു പ്രചാരണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അതിലുപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 മാസക്കാലം കൊണ്ട് ചെയ്തു തീർത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, പ്രവാസികളുടെ ക്ഷേമകാര്യങ്ങൾ, അതുപോലെ തന്നെ നാടിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന വികസന പദ്ധതികൾ, ഇങ്ങനെയെല്ലാമായി അതുപോലെ തന്നെ മിഷൻ പദ്ധതികൾ, സാധാരണക്കാരുടെ ചികിത്സയും ആശുപത്രിയും വിദ്യാലയവും അതുപോലെ തന്നെ ഹരിത കേരളവും ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രതീക്ഷാ നിർഭരമായൊരു കാലത്തേക്ക് ഈ കേരളത്തെ നയിക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ നിലക്ക് തന്നെ വളരെ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് സഹായകരമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. യെസ്, തീർച്ചയായും. ശ്രീ മായിൻ ഹാജി, ഇവിടെ ഈ ചെറു പാർട്ടികൾ പോലും കഴിഞ്ഞ, ഞാൻ പറഞ്ഞത് SDP വെൽഫെയർ പാർട്ടിയൊക്കെ തന്നെ ഒരു നേട്ടം അല്ലെങ്കിൽ അവർക്ക് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് നിലവിൽ ചില ഒരു മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ വാസുദേവബാബു പറഞ്ഞതുപോലെ ഒരു അഹന്ത മനോഭാവത്തോടു കൂടിയാണ് താങ്കളെന്ന് അദ്ദേഹം പറയുമെങ്കിലും വാസ്തവം വ്യക്തമാണ്. കാരണം മലപ്പുറത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ അഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും എതിർത്തതിന് ശേഷവും അദ്ദേഹം വലിയ റെക്കോർഡ് കൂടി അവിടെ വിജയിച്ചു. ഇതൊക്കെ വസ്തുതകളായി നിലനിൽക്കുന്നു. ഇത്തവണ എന്തൊക്കെ പത്മകുമാർ പറയുന്നത് പോലെ അവിടെയും നിങ്ങൾ കൊണ്ടുവരുന്ന സദാമിൻ്റെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നങ്ങളായിരിക്കും. അതുവഴിയൊക്കെ തന്നെ ഒരു മെസ്സേജ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ലോക്സഭയിലേക്ക് അയക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ അടക്കം ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ് വിഷയം ഉറ്റുനോക്കുമ്പോൾ? കാരണം കേരളത്തിലേതാണെങ്കിൽ കൂടിയും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ മതനിരപേക്ഷ കൂടുതൽ ചർച്ച ചെയ്യുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി പലതരത്തിൽ ഈ സംസ്ഥാനത്ത് വേട്ടയുടെ ഈ ഘടകങ്ങളിലൊക്കെ മതനിരപേക്ഷത എന്ന തലത്തിൽ ചർച്ചയ്ക്ക് ചെയ്യുമ്പോൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? ഞാൻ ഒരഹന്ത പറഞ്ഞു എന്ന് വാസുദേവബാബു സാർ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അത് പത്മകുമാർ പറഞ്ഞതിനെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുസ്ലിം ലീഗിന് ഒരു തരത്തിലുള്ള അഹന്തയും ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല. മുസ്ലിം ലീഗ് ഒരു സത്യം പറയുകയാണ്. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പൊക്കിൾക്കുഴി ബന്ധമാണ്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു പൊക്കിൾക്കുഴി ബന്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ഒരു അഹങ്കാരമായി വാസുദേവബാബു സാർ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ചുവപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം അതിൽ അദ്ദേഹം എന്നെക്കാൾ പ്രായമുള്ള ഒരാളാണ്, എന്നെക്കാൾ വിവരമുള്ള ആളാണ്, ഒക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് പറയുന്നത് കണ്ണിൻ്റെ മഞ്ഞ കൊണ്ടോ അതല്ലെങ്കിൽ ഇക്കാലത്തെ പ്രസന്റ് രാഷ്ട്രീയം സാക്ഷാൽ മാർക്സിസ്റ്റ് പാർട്ടിയായി ഒരു വരട്ട് തത്വവാദവുമായി നടക്കുന്ന കാലം ഉണ്ടായിരുന്നല്ലോ, ആ കാലത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വ്യക്തിപരമായി. അല്ലാതെ മുസ്ലിം ലീഗിന് മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഒരു അഹംഭാവത്തിൻ്റെ ആവശ്യമില്ല. കാരണം മലപ്പുറത്തെ ജനങ്ങൾ ഞങ്ങൾക്കറിയാമല്ലോ, അവർക്ക് ഞങ്ങളെയും അറിയാം. അതുകൊണ്ട് ഒരഹംഭാവത്തിനും കാര്യമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസൽ അദ്ദേഹം പറഞ്ഞതിലാണ് ഞാൻ കുറെ അഹംഭാവമൊക്കെ കാണുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പോലും പറയരുത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വാസുദേവബാബുവും പ്രജീഷും
എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ നിർബന്ധിതനായി പോയതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് 96-ലെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മലപ്പുറം മുനിസിപ്പാലിറ്റി കുഞ്ഞാലിക്കുട്ടിയുടെ അനിയനൊക്കെ പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമൊക്കെ 96-ലൊക്കെ വന്നിട്ടുണ്ട്. 96-ലൊക്കെ ആ ചരിത്രമൊക്കെ ഒന്നുകൂടി 96-ഉം 2004-ഉം 2006-ഉം ഒക്കെ ഞങ്ങൾക്കറിയാം. അവസാനം 2014-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും 2015-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ വിലയിരുത്തിയതുമാണ്. ഞാൻ പറഞ്ഞു തീരട്ടെ പ്രജീഷ്, ബഹുമാനപ്പെട്ട ഫൈസലിനോട് പ്രത്യേകമായ ഒരു വിരോധം എനിക്കില്ല. അദ്ദേഹം ഞാൻ ഏറ്റവും വ്യക്തിപരമായി ഇനി പരിചയപ്പെടാനിരിക്കുന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഒരു വിരോധമില്ല, അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ മലപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ ദേശീയ രാഷ്ട്രീയം ശരി, പക്ഷെ ഇന്നത്തെ ഇടതുപക്ഷ മുന്നണിയുടെ 10 മാസത്തെ ഭരണം വെച്ച് അവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളുമായ ജനങ്ങളുടെ വോട്ട് കിട്ടുമെന്നത് അത് തനിച്ചൊരു അഹന്ത തന്നെയല്ലേ പ്രജീഷ്? 23 രൂപക്ക് അരി കിട്ടിയ ജനങ്ങളാണ് കഴിഞ്ഞ 10 മാസമായി അതിങ്ങനെ വർദ്ധിച്ച് 50 റുപ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ശ്രീ JR പത്മകുമാർ, എന്താണ് നിങ്ങൾ അവിടെ, കാരണം ഈ ഘടകങ്ങൾ, ഞാൻ അടിയൊഴുക്കുകളുണ്ട് ഈ മണ്ഡലത്തിലാണെങ്കിലും നിർണായകമായ അടിയൊഴുക്കുകളൊക്കെ ഉണ്ട്, അവിടെ ആ അടിയൊഴുക്കുകളിൽ നിങ്ങൾ കാണുന്ന ഊറ്റിയെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ തന്ത്രം എന്താണ്? കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നും അപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, കാരണം പോയേ പറ്റുള്ളൂ, ആ ഒരു ഗ്രേസ് നരേന്ദ്രമോദിക്ക് മറ്റ് 5 സ്റ്റേറ്റുകളിൽ 4 പിടിച്ചെടുക്കാമെങ്കിൽ ഇവിടെ ഒരു മുന്നേറ്റം അത് നിങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി വരുമ്പോൾ അവിടെ നിർണായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ശ്രീ JR പത്മകുമാർ? ഈ പ്രധാനപ്പെട്ട ഒരു ഘടകം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഫൈസൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലൊരു സ്വപ്ന ലോകത്താണ്. കേരളത്തിൽ ഈ സാധന വിലയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റേഷൻ കിട്ടാത്തത്, അദ്ദേഹം ഈ നാട്ടിൽ ആണല്ലോ ജീവിച്ചത്. 2012-ലാണ് കേരളത്തിൽ റേഷൻ കാർഡിൻ്റെ കാലാവധി തീർന്നത്. ഇന്ന് 2017-ആയി. എന്താ കൊടുക്കാൻ കഴിയാത്തത്? എന്താ ഇതോട്ട് ഈ ഗവൺമെൻറ് വന്നിട്ട് 10 മാസമായില്ലേ? അന്ന് 16 ലക്ഷം പരാതികളെ ഉണ്ടായിരുന്നുള്ളൂ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാൻ. ഇപ്പോൾ ഇവർ വന്ന് ഇത് ശരിയാക്കിയതിന് ശേഷം ഇപ്പോൾ 30 ലക്ഷമായി പരാതികൾ മാത്രം. ഇന്നെന്താ കേന്ദ്രമന്ത്രി പറഞ്ഞത്? കേന്ദ്രമന്ത്രി പറഞ്ഞതും അത് തന്നെ. ഈ ഭക്ഷ്യസുരക്ഷാ ആക്ട് അനുസരിച്ച് 2013 സുരക്ഷാ ആക്ടിൻ്റെ 4ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ. അതിനനുസരിച്ച് കേരളത്തിന് 14.25 ലക്ഷം ടണ്ണേ കിട്ടുള്ളൂ ഭക്ഷ്യധാന്യം. അത് ആക്റ്റാണ്. അതിൽ മാറ്റം വരണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സംസ്ഥാനം എടുക്കാതെ വരുമ്പോൾ നമ്മളത് വാദവുമായി ചെന്ന. പക്ഷേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ള? പ്രയോറിറ്റി ലിസ്റ്റിൽ ആധാറുമായി ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം. എന്നാൽ പോലും 23 രൂപയ്ക്ക് അരി കൊടുക്കാതെ പത്മകുമാർ, ഇതിലൊക്കെ ഇതിന്റെ മൂലകാരണം അല്ലെങ്കിൽ കാരണം അത് കേന്ദ്രത്തിനും ഒഴിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയാവുന്നതല്ല എന്ന് പ്രബുദ്ധ കേരളത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക ഔന്നത്യമൊക്കെ പറഞ്ഞതാവുന്ന കാര്യങ്ങളല്ലേ ശ്രീ JR പത്മകുമാർ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമാന്മാരാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പടി ജനങ്ങളൊക്കെ വിശ്വസിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഇന്ത്യയിലെ ജനങ്ങൾ ചിന്താശക്തിയുള്ളവരാണ്, പ്രതികരണ ശക്തിയുള്ളവരാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഈ പറയുന്ന കള്ളപ്രചരണങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ 10 മാസക്കാലമായിട്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയായിട്ട് ഏതുള്ള ഉള്ളത്? പദ്ധതികളല്ലാതെ. കേന്ദ്ര കമ്മിറ്റി അംഗം CPM-ന്റെ അദ്ദേഹം പറയും. അദ്ദേഹത്തിലേക്ക് ശ്രീ A. വിജയരാഘവൻ, ഇവിടെ പത്മകുമാറും BJP നേതാവ് പത്മകുമാറും ഒപ്പം മൈൻ ഹാജി ലീഗ് നേതാവും കടന്നാക്രമിക്കുകയായിരുന്നു നിങ്ങളുടെ 6-8 മാസത്തെ ഭരണത്തെ. ഇതൊക്കെ ഇവിടെ പ്രതിഫലിക്കും ഈ മണ്ഡലത്തിൽ. അതിന് വ്യക്തമായ മറുപടി താങ്കൾ കേട്ട് കാണാം. അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെയും ഉയർത്തുന്നു മൈൻ ഹാജി അടക്കം. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ വസ്തുതാരഹിതമായ കാര്യങ്ങൾ പറയാൻ പരിശ്രമിക്കും, സ്വാഭാവികമാണത്. ഇതിന് മുമ്പുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു, ലീഗൊക്കെ നേതൃത്വം കൊടുത്ത, UDF നേതൃത്വം കൊടുത്ത. ആ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും തമ്മിലുള്ള വളരെ വ്യത്യാസം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും നമ്മൾ കണ്ടുപോകണം. ഇപ്പോൾ ഈ മാസത്തെ കേന്ദ്ര ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഇന്ത്യയുടെ ഒരു പൊതു നിലവാര പട്ടികയുണ്ട്. അതിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള ഒറ്റ മാസം കൊണ്ട് ഇന്ത്യയിൽ ഭക്ഷ്യധാന്യ വിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായിരുന്നുള്ളതാണ്. മൈനസായിരുന്നു ഫെബ്രുവരി. ഈ കഴിഞ്ഞ ഒരു 10-20 മാസക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ വിലക്കയറ്റവും
പിന്നെ ഫ്ലറിഷബിൾ ആയിട്ടുള്ള അതായത് പച്ചക്കറി വർഗ്ഗങ്ങളുടെ വിലക്കയറ്റവും ഇന്ത്യയിലുണ്ടായത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ, അത് മാർച്ച് ഏപ്രിലേക്ക് വരികയാണ് നമ്മൾ. അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും വലിയ വിലക്കയറ്റത്തെ ദേശീയ തലത്തിൽ നേരിട്ട ഒരു രാജ്യമാണത്. BJP ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ പൊതുവെ ഉണ്ടായിട്ടുള്ള ബലങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിലക്കയറ്റം എന്നത് ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നതിൽ കേന്ദ്ര നയങ്ങൾക്ക് വൻ പങ്കുണ്ട്. കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു വിലക്കയറ്റം ഏതെങ്കിലും ഒരു സാധനത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരു സാധനത്തിനും ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുക കേന്ദ്ര നയങ്ങളാണ്. ഇന്നത്തെ ടാക്സേഷൻ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. VAT-യുടെയും GST-യുടെയും ടാക്സ് സൃഷ്ടിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത്? അതിന്റെ കേന്ദ്ര ഗവൺമെന്റ്. അത് കേന്ദ്രത്തിന്റെ ബാധ്യതയാണ്. അതുകൂടി മറച്ചു വെച്ചുകൊണ്ടാണെങ്കിൽ അതിന് മറുപടി പത്മമാൻ ഉണ്ടാകും. ഇനി ഈ ശ്രീ മൈൻ ഹാജി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം, ശ്രീ A. വിജയരാഘവൻ അദ്ദേഹം പറഞ്ഞത് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞതല്ല ധ്വനി, അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ധ്വനി ഇവിടെ വായിച്ചെടുത്ത ശ്രീ വാസുദേന്ദ്രബാബു അടക്കം അതിനെ വിവക്ഷിച്ചത്. അതായത് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഭൂരിപക്ഷം എത്രയെന്ന് എണ്ണിയാൽ മാത്രം മതി. ആ തരത്തിലേക്ക് സ്ഥാനാർത്ഥിയുടെ ഒരു പക്ഷേ ആത്മവിശ്വാസത്തെ കൂടി അദ്ദേഹം മൈൻ ഹാജി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഉണ്ടായി. ശ്രീ A. വിജയരാഘവൻ. അല്ല, അത് പറയാനുള്ള മൈൻ ഹാജിയുടെ അവകാശത്തെ നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ലീഗർ സാധാരണ അവരുടെ ഭാഷ തന്നെ ഇങ്ങനെയാണ്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിച്ചു, പിന്നെ എല്ലാം പിടിച്ചെടുത്തു എന്നൊക്കെ ലീഗ് സാധാരണ പറയാറുണ്ട്. ഈ മലപ്പുറം ഞാൻ മലപ്പുറത്ത് സംസാരിക്കുന്നത്. ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ലീഗ് ആദ്യമായിട്ട് പരാജയപ്പെട്ട 2000-ലെ പിന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്നിട്ട് മുസ്ലിം ലീഗ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് മലപ്പുറം മുനിസിപ്പാലിറ്റി കേരളത്തിലെ പ്രതിപക്ഷമില്ലാത്ത മുനിസിപ്പാലിറ്റി ആയിരിക്കുന്നതാണ്. പ്രതിപക്ഷമില്ലാത്ത മുനിസിപ്പാലിറ്റിയാണെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ആദ്യമായിട്ട് CPM-ൻ്റെ ഒരു ചെയർമാൻ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ട് തങ്ങളൊക്കെ ജീവിക്കുന്ന മലപ്പുറം പട്ടണത്തിലുണ്ടായത്. ഇവിടെ വലിയൊരു പാർട്ടി ആയിരുന്നില്ല CPM. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്ത്. അത് കഴിഞ്ഞിട്ടാണ് TK ഹംസ ഇവിടെ ജയിച്ചത്. അന്ന് ഇവിടെ ലീഗർ നോമിനേഷൻ കൊടുത്തിട്ട് അപ്പം തന്നെ ജയിച്ചതാണ്. മഞ്ചേരി എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ കാല് കുത്താതെ ഇബ്രാഹിം നമ്മുടെ മുഹമ്മദ് ഇസ്മായിൽ സേട്ട് ജയിച്ചതാണ്. അയാൾ നോമിനേഷൻ കൊടുക്കാനും കൂടി വന്നിട്ടില്ല. ആ ജയിച്ച സർട്ടിഫിക്കറ്റ് മേടിക്കാനാ വന്നത് മഞ്ചേരിയിൽ. ശ്രീ മൈൻ ഹാജി, ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾക്ക് മറുപടി. നിങ്ങൾ ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയാൽ ഞാൻ അതിൻ്റെ മുമ്പ് തിരിച്ചു വരാതെ പോകും. അതിന് അവസരം ഉണ്ടാക്കരുത്. എനിക്ക് പറയാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും. രണ്ടാമത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ നിങ്ങൾ 2-3 പ്രാവശ്യം അത് ആവർത്തിക്കുന്നു. ഭൂരിപക്ഷം മാത്രമേ അറിയാനുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ മാത്രമല്ല. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആത്മവിശ്വാസം ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുമോ ഏതെങ്കിലും പാർട്ടി? ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ നോമിനേഷൻ സമർപ്പിക്കാതെ മാറി നിൽക്കും. പക്ഷെ ഇത്തരം സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ശ്രീ വിജയരാഘവൻ പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്ന വിജയരാഘവൻ പറഞ്ഞ യാഥാർത്ഥ്യത്തില് ഞാൻ പറയട്ടെ, നെഹ്റുവിന് ശേഷം ആര് AKG എന്ന് ഈ വിജയരാഘവൻ സാറിന്റെ യുവത്വം വിളിച്ചു പറഞ്ഞിരുന്നു ഇന്ത്യ രാജ്യത്തൊട്ടാകെ. ആ ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ വിജയരാഘവൻ സാറിന്റെ MP-മാരുടെ എണ്ണം കൈവിരൽ കൊണ്ട് മുഴുവൻ എണ്ണം ബാക്കിയാൽ പിന്നെയും വിരല് ബാക്കിയായിപ്പോ ആ സ്ഥിതിയിലാണ് ആ പാർട്ടി ഉള്ളത്. അന്ന് AKG പ്രതിപക്ഷ നേതാവായിരുന്നു. നെഹ്റുവിന് ശേഷം ആറ്? നെഹ്റുവിന് ശേഷം മൊറാർജി ദേശായി വന്ന്, ശ്രീമതി ഇന്ദിരാജി വന്ന്, രാജീവ്ജി വന്ന്, അവരെ എല്ലാവരും വന്നു, ഒരുപാട് ആളുകൾ വന്നു. AKG അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം നല്ലൊരു തൊഴിലാളി നേതാവായിരുന്നു. പക്ഷെ ഇവര് അങ്ങനെ വിളിച്ച പാർട്ടി മുസ്ലിം ലീഗ് മലപ്പുറത്ത് ജയിക്കുമെന്ന് പറഞ്ഞതിനെ അതൊരു അഹങ്കാരമായി പറയുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ വലിയ അഹങ്കാരം? ലോകത്ത് പറയാൻ പറ്റുന്നതിലും വെച്ച വലിയ അഹങ്കാരം അതല്ലേ? പിന്നെ ഇസ്മായിൽ സാഹിബ് വിജയിച്ചതും പിന്നെ അതുപോലുള്ള മണ്ഡലമല്ല ഇപ്പോ, അതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ മഞ്ചേരി ഈ മഞ്ചേരിയും തമ്മിൽ കമ്പയർ ചെയ്യണ്ട, അത് വേറെ. എന്നാലും ഞങ്ങൾ അന്നൊക്കെ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ്. ഇത് അഹങ്കാരമായി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കുക, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അതേസമയത്ത് നമുക്കറിയാലോ, കോഴിക്കോട്ട് ഒരിക്കൽ വിജയരാഘവൻ സാറ് ഒന്ന് മത്സരിച്ചിരുന്നു. അദ്ദേഹം ദയനീയമായി പരാജയം ഏറ്റുവാങ്ങി. മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചുകൊണ്ടിരുന്ന ഒരു പാർലമെന്റ് നിയോജകമണ്ഡലമാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ, അന്ന് ഇതേമാതിരി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത്. ആ മത്സരിച്ചിരുന്നത് വേറെ ഏതോ ബാഹ്യശക്തികൾ പറഞ്ഞിട്ടാണ് മത്സരിച്ചത്
എന്നൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ ഇനി ഏതെങ്കിലും ബാഹ്യശക്തി ഉണ്ടോ എന്നുള്ളത് വരാനിരിക്കുന്നുള്ളൂ, എനിക്കറിയില്ല. അതുവരെ LDF മൃഗീയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ആ നിയോജകമണ്ഡലം നിസ്സാര വോട്ടിന് LDFന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മാത്രമല്ല, പിറ്റത്തെ തെരഞ്ഞെടുപ്പിൽ അതേ UDF സ്ഥാനാർത്ഥി പ്രഗത്ഭരായ വിജയരാഘവൻ സാറിന്റെ തെരഞ്ഞെടുപ്പ് വിജയരാഘവൻ സാറുമായിട്ട് മത്സരിച്ചിട്ട് അന്ന് DYFIന് നേതാവ് തോറ്റതിന്റെ 30 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പോന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതാ. ഇവിടെ പിന്നെ അതുപോലെ കേരള രാഷ്ട്രീയമാണ്. ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ശരിയായില്ലേ പറയട്ടെ, കേരളത്തിലെ ഗവൺമെന്റ് ശേഷം പെട്ടെന്ന് ശ്രീ പത്മകുമാറുണ്ട്, ശ്രീ വാസുദേവ ബാബു ഒക്കെ ഉള്ളതുകൊണ്ട് ശ്രീ വാസുദേവ ബാബു, മലപ്പുറത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അവർ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഒട്ടേറെ ഘടകങ്ങൾ, വികസനം എന്നത് അത് സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ കൂടി വിലയിരുത്തപ്പെടുന്ന ഘടകങ്ങളുണ്ട് കഴിഞ്ഞ 8 മാസം. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ, അതിനേക്കാൾ വലിയ സഹതാപതരംഗം ഒരുപക്ഷെ അതുകൂടി ഘടകങ്ങളായിട്ട് വരാം. അതിനും അപ്പുറത്തേക്ക് ഇത്തരം ഘടകങ്ങൾ എങ്ങനെ ഈ LDFനും ഒപ്പം തന്നെ BJP ഒരു പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാതി രാഷ്ട്രീയം എന്ന തരത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എക്കാലവും. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ 2 ആസ്പെക്ട് കൂടി പറഞ്ഞ് താങ്കൾക്ക് ചർച്ച ചെയ്യുന്നു. അല്ല, അതിനകത്ത് പുതിയ ഗവൺമെൻറ് വന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ 9 മാസം 10 മാസം, അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം മായിൻ ഹാജി പറഞ്ഞൊരു മാറ്റവും ഇല്ല. അത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതിച്ഛായനം സൃഷ്ടിക്കുന്നത്. മാധ്യമങ്ങൾ ഒരു ഭാഗം അത് പറയുന്നുള്ളൂ, മായിൻ ഹാജി പറയുന്ന മാതിരി തന്നെ. നാം മനസ്സിലാക്കേണ്ടത്, പ്രവർത്തിക്കുന്ന ഒരു മാധ്യമങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നൊരു ഇഷ്യൂ വന്നാൽ ഉടനടി പ്രതികരിക്കുക മാത്രമല്ല, ഇടപെടുകയും നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നേയില്ല. പോലീസിനെ പോലൊരു സംവിധാനത്തെ തൊടാൻ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിയൊന്നും തയ്യാറായിരുന്നില്ല. ഇവിടെ അങ്ങനെയുള്ള നടപടികളിലേക്ക് തന്നെ നീങ്ങും ഇഷ്യൂ ഉയർന്നു വന്നാൽ. അതൊന്ന്, രാഷ്ട്രീയമായിട്ട് അങ്ങനെ പെരുമാറുമ്പം നമ്മുടെ സാമ്പത്തിക രംഗത്ത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിലയ്ക്ക് ഒരു പുതിയ ഓറിയൻറ്റേഷൻ കൊണ്ടുവരാൻ ഒരുപക്ഷെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിന് സമാന്തരമായി ഒരു ഓറിയൻറ്റേഷൻ കൊണ്ടുവരാൻ നമ്മുടെ ആദ്യത്തെ ബജറ്റിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള പുതിയ ബജറ്റിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ 2 തലങ്ങളിലും ഭിന്ന രീതികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം ലഭിക്കാൻ നമുക്ക് കുറേ കാത്തിരിക്കേണ്ടിയും വരും. പക്ഷേ വോട്ടുകൾ, ഞാൻ ഈ പറയുന്ന BJP വോട്ടുകൾ. അല്ല, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ ചർച്ചയായിട്ട് ബന്ധിപ്പിച്ച്, മായിൻ ഹാജിയുടെ ആത്മവിശ്വാസവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോംപ്ലേസൻസിയും ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞപ്പം അഹങ്കാരമാണെന്ന് ഞാനുള്ള വാക്കേ ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് തീറ് കിട്ടിയ ഒരു മണ്ഡലം എന്നതിലേക്ക് പറയുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോഴും ഞാനത് പറയുന്നു. ഇവിടെ അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. സാധാരണഗതി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നേരിടുന്ന വെല്ലുവിളി 1.9 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അഹമ്മദിനുണ്ടായിരുന്നു. അതിനുശേഷം വന്ന 2016 തെരഞ്ഞെടുപ്പിൽ 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇടിഞ്ഞിട്ടുണ്ട്. 76,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പുതിയ വോട്ടർമാർ ചേർന്നിട്ടും 76,000 വോട്ട് ആ പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൽ ലീഗിന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പം അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും നിലവാരത്തിൽ പരിഹരിച്ച് ഈ ഭൂരിപക്ഷം അഹമ്മദ് സാഹിബിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്ന് മാത്രമല്ല, മാറി വന്ന ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇൻസെക്യൂരിറ്റി മോയിൻ ഹാജി പ്രതിനിധീകരിക്കുന്ന മുസ്ലിം സമുദായത്തിനുണ്ടായിട്ടുണ്ട്. അത് ലീഗിന് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ മോയിൻ ഹാജി കാണണമെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ നിലയ്ക്ക് അതിന് സംശയമുണ്ട്. അതുതന്നെയാണ് 2016 ഇലക്ഷനിൽ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റി ഇടതുപക്ഷം മുതലെടുത്തു എന്നുള്ളതല്ലേ പറയുന്നു. അങ്ങനെ അതുകൊണ്ടാണ് വലിയ വിജയം കിട്ടിയത്. 22 വോട്ടിലേക്ക് 1 മിനിറ്റ് കൂടെ കോൺഗ്രസ് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്? 1.9 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ മോയിൻ ഹാജി പറഞ്ഞത് മാതിരി നിങ്ങളുടെ നാഭീനാള ബന്ധം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും, ഇത്രയും വലിയൊരു നേതാവിനെ നിർത്തിക്കൊണ്ട്. പിന്നൊരു വലിയ അപകടം കൂടി ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും ജയാപജയങ്ങൾ പ്രവചനാതീതമാകുന്ന ചില കാലഘട്ടങ്ങൾ വരും. 1977 കോൺഗ്രസ് അമ്പയെ നിലപറ്റിയില്ലേ? 2 സീറ്റുകളായിട്ട് ജനസംഘം അല്ലെങ്കിൽ BJP ഒതുങ്ങിപ്പോയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ വരും നോക്കുക, കുറ്റിപ്പുറം തിരഞ്ഞെടുപ്പ് ഞാൻ ഹാർദവമായ വികാരത്തോടെ മോയിൻ ഹാജിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡേവിഡും ഗോലിയത്തും തമ്മിലുള്ള ഫൈറ്റിൽ ഗോലിയത്ത് അട്ടിമറിക്കപ്പെട്ടു. അതേ ഗോലിയത്താണ് രംഗത്ത് വന്നിരിക്കുന്നത്. BJPയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? BJPയുടെ സ്ട്രാറ്റജി, BJP അവിടെ വിജയമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. BJPയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് വിളംബരം ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് പരമാവധി വോട്ട് ലഭിക്കുമ്പോഴാണ്. ഇടതുപക്ഷത്തിന് അഡ്വാൻസ്മെൻറ്റ് വരുന്ന അവസ്ഥ
അവർക്ക് ആരെയാണ് ഭയം? വിജയാപജയങ്ങളോ സ്ഥാനങ്ങളോ മാനങ്ങളോ ഉത്തരേന്ത്യയിൽ പയറ്റിയിട്ടുള്ള കമ്മ്യൂണലൊക്കെ കൃത്യമായും അവരവരുടെ ക്ലാസ് എനിമിയെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സഖ്യന് ഇപ്പുറത്തുള്ള മലയാളി, സഖ്യന് ഇപ്പുറത്തുള്ള കമ്മ്യൂണിസം. ഇത് തന്നെയാണ് BJPയുടെ ക്ലാസ് എനിമി. അത് അദ്ദേഹം പോലും സമ്മതിക്കും, പത്മകുമാർ പോലും സമ്മതിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വരുമ്പം ഇവിടെ LDFന് ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ അത് ഇവരുടെ തകരാറായിട്ട് വിചാരിക്കും, അത് കിട്ടാതിരിക്കാൻ ശ്രമിക്കും. അല്ല, അതൊക്കെ ഒരു ടാക്ടിക്സ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ BJP UDF കൂട്ടുകെട്ടൊക്കെ അല്ലെങ്കിൽ അതൊക്കെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളാണോ, അതോ ചെറിയ അംശമെങ്കിലൂടെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, BJP സ്ഥാനാർത്ഥിയെ നിർത്തിയ വകയിൽ ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഭിന്നാഭിപ്രായം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറുപടി. അല്ല, ഇത് വളരെ ഫൈസലിനെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ മനസ്സിലായിട്ടില്ലേ ലീഗ് സ്ഥാനാർത്ഥിയെ കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിക്കണമെന്നുള്ളതാണ് CPMന്റെ ഒരു അജണ്ട, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഈ ബാസുരേന്ദ്ര സാർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാവരെയും പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ഒരു രസാവഹമായ ഒരു കാര്യം. പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, പിന്നെ ഇൻസെക്യൂരിറ്റി ഉണ്ട്. മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം സത്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം, അവരുടെ അക്രമം നാദാപുരത്ത് നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് സംഭവിച്ചത്? 88 കലാപം മുതൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന സംഭവം നടന്നാൽ 88 വീടുകൾ ആക്രമിച്ചു. അതിൽ ഒരു വീട്, പ്രധാനപ്പെട്ട വീടുകളിൽ ആരും മുസ്ലിം പുരുഷന്മാരില്ല, എല്ലാവരും ഗൾഫിലാണ്. എന്തിനാ വീട് ആക്രമിച്ചത്? ഇപ്പോൾ താനൂരിലുള്ള അക്രമങ്ങൾ നടത്തി അത് ഉൾപ്പെടെയുള്ള കേസ് വെറുതെ വിട്ട ഒരു പ്രതിയെ വരെ പാർട്ടി കോടതി ശിക്ഷ വിധിച്ചതൊക്കെ ഈ മലപ്പുറത്തും ഈ കോഴിക്കോടൊക്കെയുള്ള എല്ലാവർക്കും അറിയാലോ. മുസ്ലിം സമുദായം മലപ്പുറം ജില്ലയിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തു നിന്നാണ്. അത് അവർക്കറിയാം. അത് അല്ലാതെ ഞങ്ങളിൽ നിന്നല്ല. ഞങ്ങൾ അങ്ങനെ ആരെയും ആക്രമിക്കണമെന്നൊരു ഞങ്ങളുടെ ആ രീതിയിൽ ആക്രമിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ആക്രമിക്കില്ലേ? പ്രധാനമായിട്ട് വയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഓരോ 15 ദിവസവും ഓരോ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ച് അത് നടപ്പിൽ വരുത്തിയത് സാധാരണക്കാര ആളുകളെ യഥാർത്ഥ ഗുണഭോക്താവിന്റെ കൈകൾ എത്തിക്കുകയാണ്. അതാണ് എന്തായാലും ടാർഗറ്റ് എന്താണ് ശ്രീ പത്മകുമാർ? ഒരു നമ്പർ, ടാർഗറ്റ് നമ്പർ. ടാർഗറ്റ് ഞങ്ങൾ ജയിക്കുക എന്നുള്ളതാണല്ലോ. ആ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. കഴിഞ്ഞ തവണത്തെ എത്തുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് വെച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ഞങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ശ്രീ വിജയരാഘവൻ, എന്തായാലും രണ്ട് പക്ഷത്തു നിന്നും വലിയ ആക്രമണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഈ പരിമിതമായ ഈ ദിനങ്ങൾക്കുള്ളിൽ ജനങ്ങളിലേക്ക് പ്രചരണം എത്തേണ്ടതുണ്ട്. ആ രീതിയിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന രൂപരേഖ എന്താണ് ശ്രീ വിജയരാഘവൻ? അവസാനമായി ഇതൊരു വലിയ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. അതിലിപ്പോൾ മായിൻ ഹാജിയും പത്മകുമാറും പ്രതിനിധാനം ചെയ്യുന്ന UDFും ലീഗും BJPയും അടങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടേതായ ഒരു ശൈലിയിലാണ് അവരുടെ പ്രചരണം നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. വർഗീയ സ്വഭാവമുള്ളവരുടെ ഒരു പ്രചരണ രീതി വളരെ പ്രത്യേകതകളാണ്. ധാരാളം ഇപ്പോൾ മായിൻ ഹാജി സംസാരിച്ചു, എനിക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും 2 കാര്യങ്ങൾ അതിലില്ല. ഒന്ന്, ചരിത്രബോധമില്ല. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. എന്നാൽ കണക്കും അറിയില്ല എന്നുള്ളത് അത്യപൂർവമായ ഒരു കാര്യം. രണ്ടും കൂടി സംയോജിക്കുന്നതായിരുന്നു അദ്ദേഹം കുറച്ചു മുമ്പ് പറഞ്ഞ കണക്കും ചരിത്രവും. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല, അവരുടെ പരിശീലനത്തിൻ്റെ പ്രശ്നമാണത്. നമ്മൾ കണ്ടൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതുമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിൻ്റെ സമീപനവും UDFിൻ്റെ സമീപനവും BJPയുടെ സമീപനവും തന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക. ലീഗിൻ്റെ ഒരു സ്വാധീന കേന്ദ്രം എന്നുള്ള നിലയിൽ മലപ്പുറത്ത് എന്താണ് വസ്തുതാപരമായ അനുഭവം, എന്താണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ്ട. കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 0.5% കുറഞ്ഞപ്പോൾ 6% വോട്ട് ഇടതുപക്ഷത്തിന് വർദ്ധിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് വർദ്ധിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തിന് വോട്ട് വർദ്ധിച്ചാൽ വോട്ട് കുറയുന്ന ഒരാളുണ്ടാവുമല്ലോ, അതാരാ? UDF ആണ്. UDFന് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞ ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിച്ച എല്ലാ നിയോജകമണ്ഡലങ്ങളിലും 10,000-കണക്കിന് വോട്ടാണ് അവർക്ക് കുറഞ്ഞു പോയത്. മുൻപ് കാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ ലീഗ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തെളിയിച്ചത്, അസംബ്ലി തെരഞ്ഞെടുപ്പും തെളിയിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി UDFും LDFും തമ്മിലുള്ള സംഘർഷ സംവാദങ്ങളുടേതായ പൊളിറ്റിക്കലാണ്, അത് കായികമല്ല. അതിൽ
ഇടതുപക്ഷാനുകൂലമായി മതന്യൂനപക്ഷത്തിലെ വലിയൊരു വിഭാഗം കൂടി മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നൊന്നല്ല, മാറാടും പിന്നെ താനൂരും എന്നല്ല സ്ഥിതി. ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് കണ്ട് അത് മതന്യൂനപക്ഷത്തിന് അറിയാം. ഇവിടെ ഈ BJP ഏതെങ്കിലും ലീഗ് നേതാവിനെ വഴി തടയാൻ പോയിട്ടുണ്ടോ? ഈ BJPക്കാർ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കുറിച്ച് ഒരു തർക്കം അവർക്കുണ്ടോ? ഇവിടെ പിണറായി വിജയൻ പിന്നെ മംഗലാപുരത്ത് പോയാൽ തടയും, പിണറായി വിജയൻ ഹൈദരാബാദ് പോയാൽ തടയും, പിണറായി വിജയൻ ഭോപ്പാലിൽ പോയാൽ തടയും, പിണറായി വിജയൻ ഡൽഹി പോയാൽ തടയും എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് പറയുന്നത് അതെ അത് മറന്നുപോയോ? കുഞ്ഞാലിക്കുട്ടി മന്ത്രിയല്ല, ശിഹാബ് തങ്ങൾ മന്ത്രിയല്ല, മജീദ് മന്ത്രിയല്ല. ഈ ഇടയ്ക്ക് കയറി പറയാൻ അറിയാത്ത ഒരാളല്ല ഞാൻ. അത് കുറച്ച് ഈ ഉത്തരവില്ലാത്തപ്പോഴാണ് നമ്മള് കൊഞ്ഞനം കുത്തുക, അതിന് ബേജാറാവണ്ട. ഇത്തരം ചോദ്യങ്ങൾ ഇവിടെ പാടുണ്ടോ? പിണറായി വിജയൻ കേരളത്തിന്റെ ലീഗിന് BJPക്കാർക്ക് ലീഗിന് ഒരു ഭയമില്ല, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ BJPയോട് മുന്നണി ഉണ്ടാക്കിയവരാ. നിങ്ങളുടെ സ്വന്തം നിയോജക മണ്ഡലത്തില് നിങ്ങളുടെ പാണക്കാട്ടെ തങ്ങളും നിങ്ങളും കൂടി ഇരുന്ന് BJPയുടെ മുന്നണി ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് എന്ത് മുസ്ലിമിനോട് എന്ത് താല്പര്യം നിങ്ങൾക്ക് മുസ്ലിമിനോടുള്ളത്? BJPയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയല്ലേ ലീഗ്? സ്ഥിരമായി ആ സഖ്യം തുടരുന്നവരല്ലേ ലീഗ്? അതിവിടെ വിചാരണ ചെയ്യപ്പെടും. മലപ്പുറത്ത് വിചാരണ ചെയ്യാൻ പോവാ. നിങ്ങളുടെ ഈ എല്ലാ വഞ്ചനയും ഇവിടെ വിചാരണ ചെയ്യപ്പെടും. ഒരു നിങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ദേവരാജയില് വേണ്ട. MB ഫൈസൽ കൂടി LDF സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെ മലപ്പുറത്തിന്റെ ചിത്രം വ്യക്തമായി. അങ്കത്തട്ട് ഒരുങ്ങി, അംഗം മുറുകുന്നു. ഈ ഉഷ്ണച്ചൂടിൽ തെരഞ്ഞെടുപ്പ് ചൂടുകൂടി ആകുമ്പോൾ ജനങ്ങളും വോട്ടർമാരും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉലരാണ്. ഇനിയുള്ള ദിവസങ്ങൾ പ്രചരണത്തിന്റെ ദിനങ്ങളായിരിക്കും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കും.